സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദ എടുത്തു വെച്ചു ഞാൻ. പിന്നെ നമുക്ക് ഇടയ്ക്ക് തൂവാൻ സ്വല്പം മൈദ മാറ്റി വെച്ചു. കുറച്ച് നെയ്യ്, ഉരുക്കിയ നെയ്യ്, ഒലിവ് ഓയിലും നെയ്യും കൂടി ചേർന്നതായത്. പിന്നെ മൈദയ്ക്കകത്ത് ഉപ്പും ഇട്ടു, പാകത്തിന് അവരവരുടെ പാകത്തിന് ഉപ്പിട്ടു. ഇനി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴയ്ക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. നമുക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും വേണ്ട, മൈദ മാത്രം. മൈദയും ഉപ്പും വെള്ളവും. നന്നായിട്ട് കുഴഞ്ഞു. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കണം. ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടേ, ഇപ്പം നല്ല സോഫ്റ്റായി. നമുക്കിനി ഇത് കയ്യിലെ മല്ലിയില അരിഞ്ഞു വെച്ചതാ പറ്റുന്നത്. നമുക്ക് കുറച്ച് മല്ലിയില ഉള്ളിയുടെ തണ്ടും വേണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പരത്താം. ഈ കനത്തിലാണ് നമ്മൾ പരത്തിയത്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ആ നെയ്യ് പുരട്ടണം. നെയ്യും ഒലിവ് ഓയിലും കൂടെയുള്ള മിശ്രിതം നന്നായിട്ട് പുരട്ടണം. ഇത് ആട്ട കൊണ്ടും ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളിയുടെ തണ്ട്, കുറച്ച് മല്ലിയില, കുറച്ച് മൈദ നമ്മളിങ്ങനെ തൂവും. ഇനി നമ്മളിങ്ങനെ മടക്കും. മടക്കി മടക്കി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ചുരുട്ടി നല്ല റെഡിയായിട്ട് ഉണ്ടല്ലേ. ഇനി നമ്മളിത് മുറിക്കും. 3ആയിട്ട് മുറിക്കാം. ഇതിനകത്ത് കണ്ടില്ലേ നെയ്യും. ഇനി അത് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഇങ്ങനെ
നെയ്യും ഒക്കെ ധാരാളം ഉണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ വെക്കട്ടെ. വീണ്ടും നമ്മളിത് ഇങ്ങനെ പരത്തും. ഇനിയും പരത്തുമ്പോൾ തിന്നായിട്ട് പരത്തണം. പൊറോട്ട 3 എണ്ണം ഞാൻ പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പയിലേക്ക് വെക്കാം. നമ്മൾ സ്റ്റൗ ഓണാക്കി തവ അടുപ്പേ വെച്ചു. ഇനി നമ്മളുടെ പൊറോട്ട ഇടാം. കണ്ടില്ലേ, പൊള്ളി വരുന്നത് കണ്ടില്ലേ? നല്ല പൊള്ളി വരും. ഇനി നമുക്ക് അടുത്തതും ഇടാം. നമ്മളുടെ പൊറോട്ട റെഡിയായി. നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ കണ്ടില്ലേ ലെയർ, എത്ര ലെയറായിട്ട് ചൂട് കാരണം എനിക്ക് കൈ കണ്ടില്ലേ ലെയറായിട്ട് വളരെ ടേസ്റ്റിയാണ്.